ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന പായൽ കപ്പാടിയുടെ സിനിമ കേരളത്തിലെ ചില തിയേറ്ററുകളിൽ റിലീസായി. സിനിമ റിലീസായ ഉടൻ തന്നെ കേരളത്തിൽ ചർച്ച ചെയ്ത സിനിമയെക്കുറിച്ചല്ല, സിനിമയിൽ ദിവ്യപ്രഭ എന്ന നടിയുടെ ന്യൂഡുണ്ട്, ഇന്റിമേറ്റ് സീനുണ്ട്, ഇതൊക്കെയാണ് കേരളത്തിലെ ചർച്ചാ വിഷയം. ബിരിയാണി സിനിമയിൽ കനി കുസൃതി കാണിച്ച പോലെ ബ്രസ്റ്റ് മാറും മുലയും എല്ലാം കാണിക്കുന്നത് അതിൽ ദിവ്യപ്രഭയുടെ ഷോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെയാണോ ഈ നമ്മുടെ കാൻ ഫെസ്റ്റിവലിലോട്ടുള്ള സെലക്ഷനിലെ മാനദണ്ഡം എന്നൊരു സംശയമുണ്ട്. എനിക്കറിയത്തില്ല ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സിനിമയിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമയിൽ കാണിക്കുള്ളൂ. ഈ റിവ്യൂ പറയുന്ന ആൾ ക്യാൻസ് പോട്ടെ, മലയാളമല്ലാതെ വേറെ ഭാഷാ സിനിമകൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹോളിവുഡിലൊക്കെ മെയിൻ സ്ട്രീം സിനിമകളിൽ വരെ ന്യൂഡ് ഇൻറ്റിമേറ്റ് സീൻസ് വരെ ഉണ്ട്. സിനിമകളിലൊക്കെ ന്യൂഡ് സീൻസ്, ഇൻറ്റിമേറ്റ് സീൻസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നത് പോലെയാണ് ഇവരെ പോലെയുള്ള ആൾക്കാർ സംസാരിക്കുന്നത്. സിനിമ കണ്ടവർ പറഞ്ഞതനുസരിച്ച് ഈ ന്യൂഡെന്ന് പറഞ്ഞ് ഇവിടെ കൊട്ടി ആഘോഷിച്ച് നടക്കുന്ന സീന് ആകെ ഉള്ളത് 10 സെക്കൻഡിൻ്റെ അകത്താണ്. അതും ഒരു ഡ്രസ്സ് മാറുന്ന സീൻ എന്നാണ് സിനിമ കണ്ടവർ പറയുന്നത്. സൊസൈറ്റിയിലെ 2 കാര്യങ്ങൾ ഈ വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം, ആടുജീവിതം എന്ന സിനിമയിൽ പൃഥ്വിരാജ് ന്യൂഡായിട്ട് അഭിനയിച്ചപ്പോൾ അത് സിനിമയോടുള്ള ഡെഡിക്കേഷൻ, അഭിനയത്തിനോടുള്ള ഡെഡിക്കേഷൻ, പ്രൊഫഷണലിസം. അനി അല്ലെങ്കിൽ ദിവ്യയൊക്കെ അത് സിനിമയ്ക്ക് വേണ്ടി ചെയ്ത അത് മറ്റു പലതും. 2, ഈ സിനിമ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രദർശനം നടന്നിരുന്നു. അവിടെയും ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഈ സിനിമകൾ കണ്ടു. പക്ഷെ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സീൻ ആ സിനിമയിലുണ്ടെന്ന് എവിടെയെങ്കിലും കേട്ടോ? ഞാനൊക്കെ കേട്ടത് ആ സിനിമ നല്ല സിനിമയാണെന്ന റിവ്യൂ മാത്രമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് റിലീസ് ചെയ്തു, ലൈംഗിക ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പീക്കിലാണ്. ഇപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ വരും, ബയോളജിക്കൽ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കണ്ടാൽ തന്നെ കാമം തോന്നും, അപ്പോഴാണ് ആ സമൂഹത്തിന് മുമ്പിലേക്ക് ഇങ്ങനെ ഒരു സീനൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് 2 പേര് തമ്മിലുള്ള ഒരു ഇൻറ്റിമേറ്റ് സീൻ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാകുന്നത് നോർമലാണ്. അങ്ങനെ 2 പേര് തമ്മിൽ ഫീലിങ്സ് ഉണ്ടായത് കൊണ്ടാണ് നീയും ഞാനും അടക്കമുള്ള ആൾക്കാർ ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ എനിക്കിതായോ എന്ന് പറഞ്ഞ് തെണ്ടി നടക്കുന്നതും അവരെ സ്ലട്ട് ഷെയിം ചെയ്യുന്നതും ഒന്നും നോർമലേ അല്ല. അടുത്തതാണ് മോശം, നമ്മുടെ സംസ്കാരത്തിനോ കൾച്ചറിനോ ചേർന്നതേ അല്ല. ആരായി പറയുന്നത്? ഞാൻ മുകളിൽ പറഞ്ഞ പോലെ കിടന്ന് തെണ്ടി ഓരോ കമന്റ് ബോക്സിലും ഇൻബോക്സിലും പോയി വീഡിയോ തായോ എന്ന് പറഞ്ഞ് അത് മേടിച്ച് ഒരു സൈഡിൽ പോയിരുന്ന ആരും അറിയാതെ കണ്ടതിന് ശേഷം അവൻ വന്ന് പറയാണ് കൾച്ചറും സംസ്കാരവും. പൃഥ്വിരാജ് തുണിയില്ലാതെ വന്നപ്പോൾ പോകാത്തൊരു അഭിമാനം. ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ചില പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നും ഇവന്മാർക്ക് പോകാനേ പറ്റത്തില്ലല്ലോ.